കെഎസ്ആർടിസിയിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാർക്ക് ആശ്വാസം. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുത്ത് സ്ഥിരപ്പെടുത്താൻ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. 4 ആഴ്ചയ്ക്കുള്ളിൽ നടപടി പൂർത്തിയാക്കണമെന്നും ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എംപാനലുകാരെ 2018-ൽ കെഎസ്ആർടിസി പുറത്താക്കിയത്. സമാനതകളില്ലാത്ത വിധിയാണ്. ഇന്ത്യൻ തൊഴിലാളി ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തൊഴിലാളികൾ ഒരു ഹൈക്കോടതിയുടെ ഒക്കെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലും അതല്ലാതെയും കോർപ്പറേഷൻ നേരിട്ടും പുറത്താക്കിയ ഒരുപാട് തൊഴിലാളികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ തൊഴിലാളികളെല്ലാം തിരിച്ചെടുത്ത് സ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് ഇന്നത്തെ വിധിയുടെ പ്രധാന കണ്ടന്റ്. അതോടൊപ്പം തന്നെ ഈ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതിരുന്ന സമയത്ത് അവരുടെ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളുടെ പകുതി 50% ഇവർക്ക് കോമ്പൻസേഷനായി നൽകണം എന്നുള്ളതും ഈ കോടതി വിധിയിലുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് നിയമിച്ച തൊഴിലാളികളാണ് ഇതെല്ലാം. സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം തന്നെ വഴി വന്ന തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾക്ക് അവരുടെ ഗ്രാറ്റുവിറ്റി അതോടൊപ്പം തന്നെ അവരുടെ സീനിയോറിറ്റി അടക്കം കൊടുക്കണമെന്ന് പറയുന്നത് ശരിയായ നിലപാടാണെന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. കാരണം എംപ്ലോയ്മെൻറ്റ് വഴി വന്ന തൊഴിലാളിക്ക് 179 ദിവസം കഴിഞ്ഞാൽ അവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം ശരിക്കും ചെയ്യുന്നത്. അത് കെഎസ്ആർടിസിയിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു ദുരന്തം ഇതിൽ സംഭവിച്ചത്. അപ്പോൾ ഇത് എന്തുകൊണ്ടും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു വിധി, നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത വിധി തന്നെ പറയാം. എല്ലാ കാര്യങ്ങളിലും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വിധിയാണ്. ഇതിനി അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും കടമയാണ്. കാരണം ഇത്ര കാലം ഈ തൊഴിലാളികളെ നിഷ്കരുണം ഒരു കോടതി വിധിയുടെ പേര് പറഞ്ഞ് പുറത്താക്കിയത് അതേ കോടതി തന്നെ നിയമം ഭരണഘടന എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ യാതൊരു അമാന്തവും കൂടാതെ ഈ മുഴുവൻ തൊഴിലാളികളെയും ഈ 4 ആഴ്ചയ്ക്കകം ഇതിനകത്ത് പ്രവേശിപ്പിക്കുക. ഇതിനകത്ത് ഇഷ്ടംപോലെ ഒഴിവുകളുണ്ട്. ഇപ്പോൾ ബദലി ജീവനക്കാരായിട്ട് ഒട്ടേറെ തൊഴിലാളികൾ ഇതിനകത്ത് ഏതാണ്ട് 4000-5000-ഓളം തൊഴിലാളികൾ ഇതിനകത്തുണ്ട്. ഇപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടി ഗവൺമെൻറ് കോർപ്പറേഷൻ കൺഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിർത്തലാക്കിക്കൊണ്ട് ഈ തൊഴിലാളികളെ എടുത്ത് പരീക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വിവരങ്ങളുമായി RB സനൂപ് ഉണ്ട്. സനൂപ്, കെഎസ്ആർടിസി എംപാനൽ ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന്റെ ഉത്തരവിൽ പറയുന്നത്? ഹരി, 2018 ഡിസംബർ 16 ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ KSRTC അന്ന് എംപാനൽ ജീവനക്കാരെ പുറത്താക്കിയത്. 3055 ജീവനക്കാർക്ക് അതോടുകൂടി തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. 10 വർഷത്തിൽ കൂടുതലധികം സർവീസ് ഉണ്ടായിരുന്നവരാണ് ഇതിൽ പുറത്തു പോയവരിൽ കുറേ പേർ അകലെ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന്റെ വിധി വന്നതോടുകൂടി. ഇവരെ 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച് സ്ഥിരപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, കേസിൽ ഉൾപ്പെട്ടവർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകണമെന്നും ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന്റെ വിധിയിൽ പറയുന്നുണ്ട്. കേസിന്റെ കാലയളവിൽ മരണമടഞ്ഞവർക്ക് അവരുടെ അശ്രിതർക്ക് ഗ്രാറ്റുവിറ്റിയും അതേപോലെ നഷ്ടപരിഹാരം നൽകണം. പ്രായാധിക്യത്താൽ വിരമിച്ചവർക്ക് നഷ്ടപരിഹാരവും ഗ്രാറ്റുവിറ്റിയും നൽകണമെന്നും ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന്റെ വിധിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത് ഈ 2018 ഇവരെ പുറത്താക്കുന്നത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു കൺസെന്റ് എടുത്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കൂ എന്നാണ് KSRTC മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി വിധിക്ക് മുകളിലേക്ക് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന്റെ വിധി വരുമോ എന്നുള്ള കാര്യം നിയമോപദേശത്തിലൂടെ പരിശോധിക്കണമെന്നാണ് KSRTC മാനേജ്മെന്റ് ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ജീവനക്കാർ പറയുന്നത് എത്രയും വേഗം തങ്ങളെ ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ച് നേരത്തെ നഷ്ടപ്പെട്ട സാമ്പത്തിക നഷ്ടപരിഹാരം അടക്കം നൽകണമെന്നാണ് പറയുന്നത്. ഹരി.